ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം പുണ്യങ്ങൾ വിളയുന്ന കാലകം. ഏറെ ഫലം കൊയ്യാൻ നമ്മെ തയ്യാറാക്കുന്ന കാലമാണ് നോമ്പുകാലം. നമ്മിലെ തഴക്കദോഷങ്ങളെയും ദുശീലങ്ങളെയും എല്ലാം കത്തിച്ച് ചാമ്പലാക്കി നമ്മിലെ നന്മകൾ വിളയുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. അതോടൊപ്പം ദൈവത്തെ രുചിച്ചറിയുന്ന, അവിടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. ഈശോയെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാരാണ് സുവിശേഷം എഴുതിയത്. ഇതുപോലെ നല്ലൊരു സുവിശേഷമായി മാറുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മൾ അനുഭവിച്ചറിഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രുചിച്ചറിഞ്ഞ ഈശോയെ നാം പ്രഘോഷിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ, നന്മകളെ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഒരു നല്ല സുവിശേഷമായി മാറുവാനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഒരു നല്ല സുവിശേഷമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുക? അതിന് ഉള്ള 2 മാർഗങ്ങളാണ് വിശുദ്ധ കുർബാനയും യോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും. ഇതിലൂടെയാണ് ഈശോയെ അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനും നമുക്ക് സാധിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന, വർഷിക്കപ്പെടുന്ന നല്ല സമയമാണ്. എൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ബലി കഴിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമാകുന്നതാണ് യഥാർത്ഥമായ അനുതാപം. എഫെസുസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഒരു പുതിയ മനുഷ്യനായി തീരുക വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ്. ഈ കുദാശകളിലൂടെയാണ് നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 104-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നു: മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകുവാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. അനുദിനവും വിശുദ്ധ ബലിയിൽ നമുക്കിത് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ മുഖം മിനുക്കാനും സന്തോഷത്തിനും വേണ്ടി എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയി സമയം ചെലവഴിക്കുന്നത്. പല ബ്യൂട്ടി പാർലറുകളിൽ പോയി മുഖം മിനുക്കുകയും പല നല്ല ഫുഡുകൾക്ക് വേണ്ടി പല ഹോട്ടലുകളും കയറി ഇറങ്ങുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അനുദിനം വിശുദ്ധ ബലിയിലൂടെ നമുക്ക് നൽകുന്നുണ്ടെന്നാണ് ബൈബിള് നമ്മളോട് പറയുക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 104-ാം അധ്യായം 15-ൽ ഇത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇത് തിരിച്ചറിയുവാൻ, ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്ന പോഷണത്തെ തിരിച്ചറിയുവാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചിട്ടുള്ളവരും ഇന്നും ജീവിക്കുന്നവരുമായ എത്രയോ പേരെയാണ് നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുക. വിശുദ്ധ കുർബാനയുടെ ശക്തി നാം തിരിച്ചറിഞ്ഞാൽ നാം ഒരിക്കലും വിശുദ്ധ കുർബാന ഉപേക്ഷിക്കുകയില്ല. ഈ സമയം നമുക്കൊരു തീരുമാനമെടുക്കാം: എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധ കുർബാന ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഈ നോമ്പുകാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി. വിശുദ്ധ കുർബാനയോട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സ്നേഹവും, വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായി തീർക്കാനായിട്ട് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു: ഈശോയെ, വർഷങ്ങളേറെയായിട്ടും
എന്തേ നിന്റെ തിരുമുറിവുകൾ ഒന്നും ഉണങ്ങാത്തെ? ഈ കാണുന്ന തിരുവോസ്തിയിലും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ നിന്റെ മുറിവിൻ്റെ ഒരു പാട്, തിരുരക്തത്തിൻ്റെ പാട്. എന്താണ് നിന്റെ മുറിവുകൾ ഉണങ്ങാത്തയെന്ന് ഞാൻ ഈശോയോട് ചോദിച്ച് ഞാൻ ദിവ്യകാര്യ സന്നിധിയിൽ ചെലവഴിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, എൻ്റെ മോളെ, എങ്ങനെയാണ് എൻ്റെ മുറിവുകൾ ഉണങ്ങുക? അനുദിനവും വിശുദ്ധ ബലിയിൽ ഞാൻ നിനക്ക് വേണ്ടി മുറിയപ്പെടുകയല്ലേ? ഓരോ ദിവസവും ഈ ലോകമെമ്പാടുമുള്ള അൾത്താരകളിൽ ഞാൻ മുറിയപ്പെടുമ്പോൾ എൻ്റെ മുറിവുകൾ എങ്ങനെയാണ് ഉണങ്ങുക? എനിക്ക് വേണ്ടി, അതെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഓരോ അൾത്താരയിലും ഈശോ നമുക്കായി മുറിയപ്പെടുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മെ വിശുദ്ധ ബലിയോട് കൂടുതലായിട്ട് അടുപ്പിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈയൊന്ന് മുറിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മൾ കേട്ടാൽ നാം ഓടിപ്പോകും. അവിടെ നമുക്ക് തിരക്കുകളില്ല, തടസ്സങ്ങളില്ല. എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ അടുത്തെത്തണം, ആ വ്യക്തിയെ ആശ്വസിപ്പിക്കണം. ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തുവാനുള്ള നമ്മുടെ അതിർത്തി എത്രയോ വലുതായിരിക്കും. എന്നാൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ഈശോ അൾത്താരയിൽ അവിടെ മുറിയപ്പെടുമ്പോൾ എന്തേ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് മടി? എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് ഓടിപ്പോവില്ലേ? ആ വ്യക്തിയെ ആശ്വസിപ്പിക്കില്ലേ? അനുദിനവും വിശുദ്ധ ബലിയിൽ ഇതാ സംഭവിക്കുന്നത്. ഈശോ വീണ്ടും വീണ്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് വിശുദ്ധ ബലിയിൽ മുറിയപ്പെടുകയാണ് എന്ന സത്യം നാം തിരിച്ചറിഞ്ഞ് വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇനി വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ തലേ ദിവസം ഒരുങ്ങണം. നാളെ വിശുദ്ധ ബലിക്ക് പോകണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഒരു ഒരുക്കം ആവശ്യമാണ്. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ, ഒരു പാർട്ടിക്ക് പോകുമ്പോൾ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരുക്കം തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ ആ ബലിയിൽ പങ്കെടുക്കാൻ പോകണമെങ്കിൽ നമുക്കൊരു ഒരുക്കം വേണ്ടേ? നമുക്ക് തലേ ദിവസം ഒരുങ്ങണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം നമ്മുടെ കയ്യിലുണ്ടാവില്ലേ? ഇതുപോലെ ഈശോയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു പക്ഷെ നിൻ്റെ വേദനകളാകാം, നീ കടന്നു പോകുന്ന നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളാകാം. മാത്രം പോരാ, ഈ ലോകം മുഴുവനെയും ഒന്നിച്ച് ചേർത്തിട്ട് വേണം നമ്മൾ വിശുദ്ധ ബലിക്കായിട്ട് പോകുവാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയം നിർമ്മലമാണോ എന്ന് നമുക്കൊന്ന് സൂക്ഷിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിനക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ, അഥവാ ആർക്കെങ്കിലും നിന്നോട് വിഷമമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് വേണം, അവരുമായി രമ്യതപ്പെട്ടിട്ട് വേണം ബലിയർപ്പിക്കാൻ എന്നാണ് ഈശോ പറയുക. നമ്മുടെ ഹൃദയം നിർമ്മലമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒത്തിരി പേര് നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, നമുക്ക് ആത്മീയമായിട്ടൊരു കുടുംബം നമ്മൾ രൂപീകരിച്ചെടുക്കണം. വിശുദ്ധ യൗസേ പിതാവും മാതാവും, നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായിട്ടുള്ള വിശുദ്ധരും, നമ്മുടെ കാവൽ മാലാഖയും, അതുപോലെ തന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ള വിശുദ്ധരും ഒക്കെ കൂട്ടായി ചേർന്ന് നമ്മൾ വിശുദ്ധ ബലിക്കായിട്ട് പോകുമ്പോൾ, പള്ളിയിൽ അവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കാവൽ മാലാഖ, നമ്മുടെ മുഖ്യദൂതന്മാർ, നവവൃന്ദ മാലാഖമാർ, ഇങ്ങനെ ഒത്തിരി പേരെ കൂട്ടിയിട്ട് വേണം നമ്മൾ വിശുദ്ധ ബലിക്കായിട്ട് പോകാൻ. അവിടെ കയ്യിലൊക്കെ ഓരോ നിയോഗങ്ങളും ഓരോ ആഗ്രഹങ്ങളൊക്കെ അവരോട് നമുക്ക് പറയാം. അപ്പോൾ അവർ നമ്മെ സഹായിക്കും വിശുദ്ധ ബലി യോഗ്യതയോട് കൂടി പങ്കെടുക്കാനായിട്ട്. ഈ വിശുദ്ധരുടെ കൂട്ടായ്മയും മാലാഖമാരുടെ സംരക്ഷണവും ഒക്കെ നമുക്ക് സഹായമായിട്ട് മാറും. ഇനി വിശുദ്ധ ബലി വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഒരു നീർച്ചാലിൽ നിന്ന് ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ വിശുദ്ധ ബലിയിൽ നിന്ന് പ്രസാദവരത്തിന് നീർച്ചാലുകൾ നമ്മിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന നിമിഷങ്ങളാണ് വിശുദ്ധ ബലി എന്ന് നാം അറിഞ്ഞിരിക്കണം. വിശുദ്ധ കുർബാന ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന നമ്മെ വിശുദ്ധീകരിക്കും, നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മെ ഈശോയുടേതാക്കി മാറ്റും. വിശുദ്ധ കുർബാന ഒതുങ്ങലിൻ്റെ, ചെറുതാകലിൻ്റെ ഒരു കുദാശയാണ്. അത് എളിമയുടെ ആഴം നമ്മെ പഠിപ്പിച്ചു തരും. ഒരു ചെറു കാറ്റിൽ പറന്നു പോകാവുന്ന അപ്പത്തിൽ ഈശോ എഴുന്നള്ളി വരും. ഏറ്റവും നിസ്സാരമായ ഗോതമ്പ് അപ്പത്തിൽ ദൈവമായി മാറുന്ന മഹാത്ഭുതം നടക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്.
വിശുദ്ധ ബലിയിൽ അഴിയാത്ത കെട്ടുകളില്ല, ബന്ധനങ്ങളില്ല. വിശുദ്ധ ബലി നമുക്ക് തരുന്ന സൗഖ്യവും വലുതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ദൈവം സർവശക്തനാണ്, എന്നാൽ വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു ശക്തി പ്രകടനം സാധ്യമല്ല. അവിടുന്ന് സർവസമ്പന്നനാണെങ്കിലും വിശുദ്ധ കുർബാനയേക്കാൾ വലിയ ഒരു സമ്പത്ത് നമുക്ക് നൽകാനില്ല. അവിടുന്ന് സ്നേഹം തന്നെയാണെങ്കിലും വിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു സ്നേഹ പ്രകടനം അവിടത്തേക്ക് സാധ്യമല്ല. വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും സൗഖ്യവും വിടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകും. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളിടയിൽ മഹത്വപൂർണമാണ്. ദിവസത്തിലെ 24 മണിക്കൂറും ഇടവിടാതെ വിശുദ്ധ ബലി അർപ്പണം നടക്കുന്ന വിധത്തിലാണ് ഈ പ്രപഞ്ചത്തെ പോലും ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയോട് ആത്മീയമായി ഐക്യപ്പെട്ട് ജീവിക്കുന്നവരിലേക്ക് അവിടുത്തെ കാരുണ്യം അളവില്ലാതെ പ്രവഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോ ദിവ്യകാരുണ്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലും എത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരണം നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ 1000 വാളുകൾ അമ്മ ത്രേസ്യയുടെ മുമ്പിൽ കുത്തി നിർത്തിയാൽ ആ 1000 വാളുകളുടെ മുമ്പിലൂടെ നടന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും എന്ന് അമ്മ ത്രേസ്യ പറയുന്നു. അത്രമാത്രം വിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവൻ നിലനിർത്താൻ ശ്വാസോച്ഛ്വാസം എത്രയോ ആവശ്യമാണോ, അതുപോലെ ആത്മീയ ജീവിതത്തിന് വിശുദ്ധ കുർബാനയില്ലാതെ സാധിക്കുകയില്ല. വിശുദ്ധ ബലി അർപ്പണത്തിലൂടെയാണ് ഈശോയോടൊത്തുള്ള സഹവാസം നമുക്ക് സാധ്യമാകുന്നത്. ബലിയർപ്പണത്തിന് ശേഷം ബലിജീവിതം തുടരേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ്. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ബലിയാണ്. സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത് ബലിയില്ല. നമുക്കറിയാം, സ്നേഹം നഷ്ടപ്പെട്ടാൽ വിശ്വാസം പോയി, കരുതൽ പോയി, ത്യാഗം പോയി, എല്ലാം പോയി. ഈ നോമ്പ് കാലത്ത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈശോയോടുള്ള എൻ്റെ സ്നേഹം തണുത്തുറഞ്ഞു പോയോ? വിശുദ്ധ ബലി അർപ്പണത്തിന് ഞാൻ മടി കാണിക്കുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ ബലി അർപ്പണങ്ങളൊക്കെ എങ്ങനെയാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ? ഇനിയുള്ള വിശുദ്ധ ബലി അർപ്പണം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. എനിക്കായി മുറിയപ്പെടുന്ന ഈശോയ്ക്കായി മുറിയാൻ, അങ്ങനെ എൻ്റെ മുറിവുകൾ സൗഖ്യമാകാനും അനേകർക്ക് സൗഖ്യമേകാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ജീവിതത്തിലെ നമ്മെ തളർത്തുന്ന ഒന്നും ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മെ അകറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന സുഖപ്പെടുത്തുന്ന സ്നേഹമാണ്. അതേ സഹോദരങ്ങളെ, നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം. ഒരു സൗഖ്യാനുഭവം, വിശുദ്ധ കുർബാനയുമായിട്ടുള്ളൊരു സൗഖ്യാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പല പ്രാവശ്യം മരണത്തിൻ്റെ വക്കോളം എത്തിയ ഒരു ജീവിതമാണ് എൻ്റേത്. അവിടെ നിന്നെല്ലാം ദിവ്യകാരുണ്യനാഥൻ എന്നെ കൈപിടിച്ച് കയറ്റുകയായിരുന്നു. എനിക്ക് ഒന്നറിയാം, എൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ബോണസാണെന്ന്. പല വിധത്തിലുള്ള രോഗപീഠകൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനും പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. ഈ നിമിഷങ്ങളാണ് ഈശോയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ഞാൻ ഓർക്കുന്നു, 2022 നവംബർ 11-ാം തീയതി കോവിഡ് ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് പല ഫുഡ്, മെഡിസിൻ എല്ലാം അലർജിയാണ്. അതുകൊണ്ട് കോവിഡിൻ്റെ വാക്സിനേഷനൊന്നും എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു മരുന്നും എനിക്ക് ഫലിക്കാതെ വരുന്ന ഒരു സമയം.
23 ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ വളരെ അധികം വേദനയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ബ്ലഡ് കൗണ്ട് എല്ലാം കുറഞ്ഞു, BP താഴോട്ട് ഒത്തിരി പോയി. ഒത്തിരിയധികം ശരീരത്തിലെ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ കഴിയുന്നു. രുചിയില്ല, മണമില്ല, ശരീരത്തിലെ വേദനകൾ. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ രോഗത്തിൽ ഒത്തിരിയധികം ആശങ്കകളുണ്ട്. കാരണം ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും എന്നെ തളർത്തിയില്ല. എന്നെ തളർത്തിയത് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, നല്ലൊരു കുമ്പസാരം നടത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊരു വേദനയായിരുന്നു. പലപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പരാതി പറയാറുണ്ട്, ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അമ്മയെന്ന്. ഒരു ദിവസം എനിക്ക് തോന്നി, ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം എഴുതി. ഒരു വൈദികനോട് കുമ്പസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഞാനന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലാണോ അതൊരു ദർശനമാണോ എന്നെനിക്കറിയില്ല. മുൾമുടി അണിഞ്ഞ ഈശോ ദേഹമാകം ചോരയിൽ ഒലിച്ച് എൻ്റെ അടുത്തിൽ വന്നു. കയ്യിൽ ഒരു ഓവൽ ഷേപ്പായിട്ട് ഒരു സാധനമുണ്ട്, അതിൻ്റെ നാവിൽ എനിക്ക് വെച്ച് തന്നു. ഇന്നും പച്ചക്കിടാതെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. അതിൻ്റെ നാവിൽ ഭയങ്കര തണുപ്പായിരുന്നു, ഐസ് പോലെ അത് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചു നേരം എന്നെ ചേർത്ത് പിടിച്ച് ഈശോ ഇരുന്നു. ഞാൻ എന്തൊക്കെയോ ഈശോയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 2 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ശരീരത്തിൽ ഒത്തിരിയധികം സൗഖ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ കോവിഡ് അത് നെഗറ്റീവായി, എൻ്റെ BP നോർമലായി, എൻ്റെ ബ്ലഡ് കൗണ്ട് എല്ലാം കുറേയൊക്കെ ഓക്കെ ആകുന്നു. ഒരു 4-5 ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഡിസ്ചാർജ് ആകാനായിട്ട് സാധിച്ചു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് ഈശോയായിരുന്നു. എനിക്ക് ദിവ്യകാരുണ്യത്തിന് വേണ്ടി ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചപ്പോൾ ഈശോ എനിക്ക് ദിവ്യകാരുണ്യം കൊണ്ട് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയാണ് എനിക്ക് സൗഖ്യം ലഭിച്ചതെന്നും ഞാൻ ഇന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത്രമാത്രം സൗഖ്യപ്പെടുത്തുന്ന ഒരു കുദാശയാണ് വിശുദ്ധ കുർബാനയെന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുവാനായിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു സൗഖ്യാനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒരു ബ്ലഡ് ക്യാൻസർ ബാധിച്ച ഒരു ചേച്ചി. ആ ചേച്ചിക്ക് ഡോക്ടർമാർ വിധി എഴുതിയത് വെറും 3 മാസമാണ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, വിശുദ്ധ കുർബാന മുടങ്ങാതെ ചേച്ചി പങ്കെടുക്ക്. വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയെ എൻ്റെ രക്തം മാറി ഈശോയുടെ തിരുരക്തമായിട്ട് എന്നിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ ഈശോയുടെ തിരുരക്തം തരാറില്ല, തിരുവോസ്തി മാത്രമേ തരാറുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമ്മൾ ഇറച്ചി കടയിൽ നിന്ന് ഇറച്ചി വാങ്ങുമ്പോൾ ബ്ലഡ് വേറെ വാങ്ങിക്കാറില്ലല്ലോ, ആ ഇറച്ചി കഴുകുമ്പോൾ ബ്ലഡ് ഉണ്ടാവുമല്ലോ, ഇതുപോലെ ഈശോയുടെ തിരുശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ ബ്ലഡ് ഉണ്ട്. ചേച്ചി അത് വിശ്വസിച്ചു. ചേച്ചി പോയി അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. ആ ചേച്ചി ഇതുപോലെ പ്രാർത്ഥിച്ചു, ഈശോയെ നിൻ്റെ തിരുരക്തം സ്വീകരിക്കുന്ന ഞാൻ, എന്നിലെ ക്യാൻസർ ബാധിച്ച് തിരുരക്തം മാറി നിൻ്റെ തിരുരക്തം എന്നിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ ചേച്ചി അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആ ചേച്ചിക്ക് എഴുതി കൊടുത്തത് ഈ ചേച്ചിയുടെ ബ്ലഡിൽ ക്യാൻസറിൻ്റെ യാതൊന്നും കാണുന്നില്ല എന്നാണ്. ഇന്ന് ആ ചേച്ചി സന്തോഷത്തോടു കൂടി ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു, ബാങ്കിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ആ തിരുവോസ്തിയിലെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാനായിട്ട് തുടങ്ങിയാൽ, രുചിച്ചറിയാൻ തുടങ്ങിയാൽ നമുക്ക് സൗഖ്യങ്ങളുണ്ട്, വിടുതലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അസാധ്യമെന്ന് തോന്നുന്ന പലതും സാധ്യമായി തീരുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഒരു അമ്മ കുരങ്ങ് മറ്റൊരു കമ്പിലേക്ക് ചാടുമ്പോൾ ആ കുഞ്ഞിക്കുരങ്ങ് ആ അമ്മയെ എത്രമാത്രം അള്ളിപ്പിടിച്ചിരിക്കുമോ, ഇതുപോലെ വിശുദ്ധ കുർബാനയെ നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് വേണ്ടി മുറിവേൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മുറിവേറ്റപ്പെടുന്ന ഒരു ഈശോയാണ് ആൾത്താരയിൽ ഉള്ളത് എന്ന ആ ബോധ്യത്തോടു കൂടി ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമുക്ക് അണയാം. യോഗ്യതയോടെ, ഒരുക്കത്തോടെ, ഭക്തിയോടെ ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് അനുഭവമാക്കി തീർക്കാം. ഇതിനുവേണ്ടി സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും നമ്മുടെ ഓരോ പ്രാർത്ഥനയിലൂടെയും
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ഈശോയെ ഓരോ നിമിഷവും നമുക്ക് സ്വന്തമാക്കി നമുക്ക് ഈ ജീവിതയാത്ര തുടരാം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.